ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയപുത്രൻ മുഖാന്തരം നമ്മെ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. ആദരണീയരായ കർത്തൃദാസന്മാർ, മാതാപിതാക്കൾ, ദൈവമക്കൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലെ വന്ദനങ്ങൾ. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് കർത്താവ് നമ്മെ വഴി നടത്തുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ നിങ്ങൾ എല്ലാവർക്കും നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. തിരക്കുകൾക്കിടയിലും ബദ്ധപ്പാടുകളും മറ്റും ഉണ്ടെങ്കിലും സമയം വേർതിരിച്ചും സമയം കണ്ടെത്തിയും ഈ ക്ലാസ്സുകളിൽ നിങ്ങൾ വളരെ ഉത്സാഹം കാണിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങളിൽ സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും മാനസിക പ്രയാസങ്ങളിലൂടെ പോകുന്നവരും ഒക്കെ ഉണ്ട് നമ്മുടെ മധ്യം. അവർക്കൊക്കെ വേണ്ടി അറിയാവുന്നവരെ പ്രാർത്ഥനയിൽ പേര് പറഞ്ഞും മുഖമോർത്തുമൊക്കെ പ്രാർത്ഥിക്കാമല്ലാത്തവരെ പൊതുവായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ മിനിയാന്ന്, ഇന്നലെ നമുക്ക് കൂടുവാൻ കഴിയാതെ പോയി, മിനിയാന്ന് നമ്മൾ ചിന്തിച്ച വേദഭാഗം ഒരു ആവർത്തനമായിരുന്നു എന്നെനിക്കറിയാം. ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ച ഒരു കാര്യം ഒന്നും കൂടെ പറഞ്ഞു വിടുകയായിരുന്നു. നിങ്ങളും ഓർക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. കർത്താവായ യേശുവിൻ്റെ രഹസ്യവരവും പരസ്യവരവും, ആ വരവിൻ്റെ ഉദ്ദേശങ്ങളെ കുറിച്ചായിരുന്നു നമ്മൾ മിനിയാന്ന് ചിന്തിക്കുവാനായിട്ട് തുടങ്ങിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ക്രിസ്തു സഭയെ ചേർക്കുവാനായിട്ട് വരുന്ന യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ പ്രത്യക്ഷതയുടെ ആദ്യ ഭാഗത്തിന്റെ ഉദ്ദേശം നമ്മൾ കണ്ടു. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന്. രക്ഷയുടെ പൂർത്തീകരണം. ആ രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ രക്ഷയുടെ ത്രികാല അവസ്ഥകളെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട്. അതുകൂടാതെ നമ്മൾ 4 കാര്യങ്ങളാണ് രക്ഷയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചത്. ഒന്ന്, പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ഉള്ള മോചനം. മറ്റൊന്ന്, പാപത്തിന്റെ കുറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ അപരാധത്തിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്നുള്ള മോചനം. പിന്നെ പാപത്തിന്റെ നിരന്തരമായ ശക്തി, സ്വാധീനത്തിൽ നിന്നുള്ള മോചനം. ഇന്ന് നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് ആ ഒരു ഘടകമാണ്. പിന്നീട് പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെയുള്ള വിമോചനം. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ചില മാസങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചതായിരുന്നു. അതുകൊണ്ട് ആ ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കർത്താവായ യേശുവിൻ്റെ രഹസ്യവരവിൻ്റെയും പരസ്യവരവിൻ്റെയും താരതമ്യ പഠനവും നമ്മൾ അതിനോട് ചേർത്ത് നടത്തി. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ജസ്റ്റ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ വരുന്നത്, സഭയെ ചേർക്കുന്നത് ഈ പ്രധാനമായ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്നുള്ളത്. അതിൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായെന്ന. റോമലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലാണ് അത് പൗലോസ് പറയുന്നത്. ഞങ്ങൾ ഇതിന് തൊട്ടു മുമ്പ്
ഞങ്ങളുടെ ലോക്കൽ ചർച്ചിന്റെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിലും ഈ കാര്യങ്ങൾ ഞങ്ങൾ ഈ നിലയിൽ ചിന്തിക്കുകയുണ്ടായി. രണ്ടാമത്തേതാണ് പാപത്തിന്റെ ശിക്ഷ, കുറ്റബോധത്തിൽ നിന്ന്. എത്ര വലിയ പാപിക്കും കർത്താവായ യേശുവിന്റെ അടുക്കലേക്ക് അടുത്തു വന്നാൽ അവന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ നിരാശ കൂടാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. അതും നാം സങ്കീർത്തനത്തിൽ നിന്ന് അതിന്റെ ചില തെളിവുകൾ കാണുകയുണ്ടായി. നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പ്രാഗൽഭ്യമാണ്. കൊലപാതകന്മാർ, ഏറെ വഷളത്വത്തിൽ ജീവിച്ചിരുന്നവർ, ധാരാളം കേസുകളിൽ അകപ്പെട്ടിരുന്നവർ, ജയിൽ പുള്ളികൾ ഒക്കെ യേശുക്രിസ്തുവിങ്കലേക്ക് അടുത്തു വന്ന് പാപക്ഷമ പ്രാപിച്ച് പാപത്തിന്റെ കുറ്റം ക്ഷമിക്കപ്പെട്ടവരായി കഴിയുന്നുണ്ട്. കുറ്റബോധം കൂടാതെ ജീവിക്കുവാൻ ദൈവം അവർക്ക് ഭാഗ്യം നൽകുന്നു എന്നുള്ളത് ഏറെ ശ്രേഷ്ഠകരമായ അനുഭവമാണല്ലോ. അത് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. മൂന്നാമത്തേതാണ് നമുക്ക് രക്ഷയുടെ അനുഭവം. ക്രിസ്തു വരുന്നതല്ല, രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് പാപത്തിന്റെ സ്വാധീന ശക്തിയിൽ നിന്നുമുള്ള വിമോചനം. ഫ്രം ഡെലിവറൻസ് ഫ്രം ദ പവർ ഓർ ഇൻഫ്ലുവൻസ് ഓഫ് സിൻ. നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരാണ്, രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ശരീരത്തിന് രൂപാന്തരം വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ശരീരത്തിൽ പാപം വസിക്കുന്നു. പാപത്തിന് അധീനപ്പെട്ട ഒരു ശരീരമാണ് നമ്മുടേത്. പാപം ചെയ്യാൻ കഴിയാത്തവരായിട്ട് നാം ആരുമില്ല. Nobody is there impeccable. പാപം ചെയ്യാൻ കഴിയാത്തവരായിട്ട് നാം ആരുമില്ല. പാപത്തോടാണ് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും വിധേയത്വം അധികവും. സ്വാഭാവികമായി നാം പാപികളാണ്. സ്വാഭാവികമായി പാപം ചെയ്യുവാൻ സാധ്യത ഏറെ ഉള്ളവരാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഈ പാപത്തിന്റെ സ്വാധീന വലയത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിന്റെ ശക്തിയിൽ നിന്നുള്ള വിമോചനമാണ്. ശക്തിയിൽ നിന്നുള്ള വിമോചനം. അത് നമുക്ക് നമ്മുടെ ഈ ഭൗമജീവിതത്തിന്റെ ഓരോ നാളിലും ഓരോ ദിവസവും നമുക്കത് അത്യന്താപേക്ഷിതമാണ്. ഓരോ ദിവസവും നാം ജീവിക്കുന്ന ഓരോ ദിവസവും എന്നതിനേക്കാൾ ഓരോ ശ്വാസത്തിലും എന്ന് പറയുന്നതാണ് ഏറെ ഉത്തമം. ഓരോ ശ്വാസത്തിലും. Every breath we need this deliverance. നാം അറിയാതെ പോലും പാപത്തിലേക്ക് വഴുതി വീഴുന്നവരാണ്. സ്വപ്നങ്ങളിൽ പോലും പാപം ചെയ്യുന്നവരാണ്. എന്നാൽ സ്വപ്നത്തിൽ പോലും പാപം ചെയ്യാത്ത അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരണം. സ്വപ്നങ്ങളിൽ പോലും നാം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാകണം. പൗലോസ്ലീഹ ഗലാത്യ ലേഖനം 5:16 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് പോലെയൊക്കെ പാപത്തിന്റെ വലിയ ഒരു സ്വാധീനം നമ്മുടെ മേൽ ഉണ്ടാകാറുണ്ട്. ലോകവും ജഡവും പിശാചും പാപവും എല്ലാം നമ്മെ പാപത്തിലേക്ക് തള്ളിവിടുകയാണ്. അവയിൽ നിന്ന് നമുക്ക് വിമോചനം അത്യന്താപേക്ഷിതമാണ്. അത് ഓരോ ദിവസവും നമുക്ക് വേണം, ഓരോ നിമിഷവും നമുക്ക് വേണം. അതാണ് നാലാമത്തേത്. എന്നാൽ മൂന്നാമത്തേത്, ഈ മൂന്നവസ്ഥകളും നമ്മുടെ
ശാരീരിക ജീവിതത്തിന്റെ നാളുകളിലാണ് ലഭിക്കുന്നത്. എന്നാൽ കർത്താവ് മേഘങ്ങളിൽ സഭയെ ചേർക്കുവാൻ വരുന്നത് നമ്മെ ഇത്രയും കൊണ്ട് വിടിവിക്കുന്നതിൽ രക്ഷ പൂർണ്ണമാകുന്നില്ല. പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെയുള്ള വിമോചനം ലഭിക്കുന്നതിലേ അത് സാധ്യമാകും. അത് നമുക്ക് നൽകാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ടാണ് രക്ഷയുടെ പൂർത്തീകരണം എന്ന് നമ്മൾ പറഞ്ഞത്. കൺസ്യൂമേഷൻ ഓഫ് സാൽവേഷൻ. This happens only when we are taken away from this sinful world, taken to a world where there is no sin at all. പാപമില്ലാത്ത, പാപത്തിന്റെ സാന്നിധ്യമില്ലാത്ത, പാപത്തിന്റെ ലാഞ്ചനയില്ലാത്ത ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് നാം എത്തപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷയുടെ പൂർത്തീകരണം കൈവന്നു എന്ന് പറയാൻ പറ്റും. അത് സാധ്യമാക്കി തീർക്കുന്നതിനാണ് നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ വരുന്നതെന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ പഠിച്ചതും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് മേഘങ്ങളിൽ വരുന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയുടെ ലക്ഷ്യം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, റിഡംഷൻ ഓഫ് അവർ ബോഡി. റോമർ 8:23 നമ്മളിപ്പോൾ പറഞ്ഞു വിട്ട വാക്യം തന്നെയാണ്. മറ്റൊന്നാണ് ടു സെറ്റിൽ അക്കൗണ്ട്സ് വിത്ത് ഹിസ് പീപ്പിൾ. തൻ്റെ ജനവുമായി കണക്ക് തീർക്കാൻ. ഇത് ആവർത്തനമാണ്, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. എനിക്ക് തോന്നുന്നു 100-130 അങ്ങോട്ട് ദിവസം മുമ്പ് നമ്മൾ പഠിച്ചതാണ്. To settle accounts with his people. 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 10-15 വരെയുള്ള വാക്യങ്ങൾ, 2 കൊരിന്ത്യർ 5:10 തുടങ്ങിയുള്ള പല വാക്യങ്ങളും ഇതിനോട് ചേർത്ത് നമുക്ക് പഠിക്കാൻ സാധിക്കും. 2 Corinthians 5:10, 1 Corinthians 3:10-15, all these portions speak about our setting account with God. ദൈവത്തോട് നമുക്ക് കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവ് വരികയാണ്. സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ നമ്മുടെ ഐസക് ബ്രദറിന്റെയൊക്കെ ചർച്ചിൽ വെച്ച് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നടത്തി. അതിന്റെ ഒരു വാചകം ഒന്ന് ആവർത്തിക്കുന്നു, ഇവിടെ ആവർത്തിക്കട്ടെ. നമ്മൾ കണക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾക്കാണ് പ്രധാനമായും കണക്ക് കൊടുക്കേണ്ടത്. നമ്മളത് മാത്രമല്ല, സകല മനുഷ്യരും. Every human being will have to be accountable to God for 3 major things. One, how every person dealt with Christ, the utmost gift of God. ദൈവത്തിന്റെ ഏറ്റവും വലിയ മനുഷ്യർക്കുള്ള ദാനമായ ക്രിസ്തുവിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അതിന്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. എങ്ങനെയാണ് ക്രിസ്തുവിനെ നമ്മൾ കൈകാര്യം ചെയ്തത്? 2, how we dealt with the gift of time,
ദൈവം നമുക്ക് നൽകിയ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതിന് കണക്ക് കൊടുക്കണം. അക്കൗണ്ടബിൾ ഫോർ ദ ടൈം. നമുക്ക് ലഭിച്ച സമയം. 3, how we made use of resources God gave us. ദൈവം നമുക്ക് തന്ന സ്രോതസ്സുകളെ, നന്മകളെ എന്നൊക്കെ പറയാം, എങ്ങനെ ഉപയോഗിച്ചു എന്ന് കണക്ക് കൊടുക്കണം. ഈ 3 കണക്കുകളാണ് ഏറ്റവും പ്രധാനം. ഇതിന്റെ കീഴിൽ വരുന്നതാണ് ബാക്കിയുള്ളത്. അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെ, ക്രിസ്തുവിനോട് നാം എങ്ങനെ ഇടപെട്ടു. 2, നമുക്ക് ലഭിച്ച സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു. 3, ദൈവം നമുക്ക് തന്ന റിസോഴ്സസ്, സ്രോതസ്സുകൾ, അവയെ നാം എങ്ങനെ കൈകാര്യം ചെയ്തു. ഇവയ്ക്കെല്ലാം കണക്ക് കൊടുക്കണം. അത് വിശുദ്ധന്മാർക്കായാലും കൊടുക്കണം, പാപികൾക്കായാലും. അതിൽ ഒന്നാമത്തേതിൽ വിശുദ്ധന്മാർ, വിശ്വാസികൾ രക്ഷപ്പെടും. യേശുക്രിസ്തുവിനെ നമ്മൾ കൈക്കൊണ്ടു, ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ചു, യേശുവിനെ കർത്താവായിട്ടും രക്ഷിതാവായിട്ടും നമ്മൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടു എന്നൊക്കെയുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതൊക്കെ നമുക്ക് ഈ ന്യായവിധിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യമാണ്. അടുത്തത് 2. അതിൽ പലതിലും വിശുദ്ധന്മാരും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് ലഭിച്ച സമയത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിച്ചു, നമുക്ക് ദൈവം തന്ന നന്മകളെ എങ്ങനെ നാം ഉപയോഗിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രതിഫലങ്ങൾ കുറയാനും കൂടാനും, തേജസ് കൂടാനും കുറയാനും ഒക്കെയുള്ള സാധ്യതകളാണുള്ളത്. അത് നമ്മുടെ വിഷയമല്ല ഇപ്പോൾ. ഈ വിഷയം പറഞ്ഞതുകൊണ്ട് അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റൊന്ന്, കർത്താവിന്റെ മേഘപ്രത്യക്ഷതയുടെ ലക്ഷ്യമാണ് ടു ഡെലിവർ us ഫ്രം ദ കമ്മിങ് റാത്ത്. വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക. The purpose of Christ's mid-air advent is to deliver us from the coming wrath of God. വരുവാനുള്ള ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുക. അതാണ് 1 തെസ്സലോനിക്കർ 1:10 നാം വായിക്കുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനുള്ള നമ്മുടെ കർത്താവ്. Another one is to offer the world a last chance to repent. Offer the world a last chance to repent. മാനസാന്തരത്തിന് ലോകത്തിന് ഒരവസാന അവസരം കൊടുക്കുക. ഒരു അവസാനത്തെ അവസരം. അതാണ് നാം വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ 18-ാമത്തെ അധ്യായത്തിൽ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. എന്നിട്ടും അതുപോലെ തന്നെ 8-ാമത്തെ അധ്യായത്തിലുണ്ട്, 9-ാം അധ്യായത്തിലുണ്ട് ജനം മാനസാന്തരപ്പെട്ടില്ല എന്നുള്ളത്. ലോകത്തിന് മാനസാന്തരപ്പെടാൻ ഒരു അവസാന അവസരം എന്ന നിലയിലാണ് കർത്താവ് ഇങ്ങനെ മേഘങ്ങളിൽ സഭയെ ചേർക്കുവാനായിട്ട് വരുന്നത്. അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ
ക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള രണ്ടാമത്തെ പ്രത്യക്ഷത എന്ന വിഷയത്തിൽ പഠിച്ചതുകൊണ്ട് ഇത് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ പോകാം. ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ നമുക്ക് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിന്റെ അടുത്ത വാക്യങ്ങളിലേക്ക് നീങ്ങാം. അതാണ് 17-18 വാക്യങ്ങൾ. Revelation 19 verses 17 and 18. Then I saw an angel standing in the sun, and with a loud voice he called to all the birds that fly directly overhead, "Come, gather for the great supper of God, to eat the flesh of kings, the flesh of captains, the flesh of mighty men, the flesh of horses and their riders, and the flesh of all men, both free and slave, both small and great." ഇവിടെ നമ്മൾ കാണുന്നത് അർമഗദോൻ യുദ്ധത്തിന്റെ ഒരു അന്തിമ പ്രഖ്യാപനമാണ്. എ ഫൈനൽ ഡിക്ലറേഷൻ ഓഫ് ബാറ്റിൽ ഓഫ് ആർമഗദൻ. നമ്മൾ അതിനെ സംബന്ധിച്ച് പഠിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ അത് ആവർത്തിക്കേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അർമഗദോൻ യുദ്ധത്തെ പറ്റിയുള്ള വിശദീകരണങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ പങ്കുവച്ചതാണ്. പ്രത്യേകിച്ച് 14-ാമത്തെ അധ്യായത്തിലും 10-ാമത്തെ അധ്യായത്തിലുമൊക്കെ നിന്ന് നാം ആ അർമഗദോൻ യുദ്ധത്തിന്റെ 16-ാമത്തെ അധ്യായത്തിൽ നിന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. അർമഗദോൻ യുദ്ധത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ഇവിടെ നമ്മൾ കാണുന്നു, ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അക്ഷരീയമായിട്ടുള്ള ഒരു ദൂതനാകാം. അവൻ ആകാശമധ്യയെ പറക്കുന്ന സകല പക്ഷികളോട്, തിരുവെഴുത്തിലെ ഒരു പ്രയോഗമാണത്. ഇതിനേക്കാൾ കടുത്ത ഒരു പ്രയോഗം നമുക്ക് യെശയ്യാവിൽ കാണാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് അവയെ സാക്ഷീകരിച്ച് ദൈവം തന്റെ ജനത്തിനെതിരെ സംസാരിക്കുന്നതാണ് യെശയ്യാവിൽ. ഇവിടെ കുറഞ്ഞപക്ഷം ജീവനുള്ള പക്ഷിമൃഗാദികളെയാണ് ക്ഷണിക്കുന്നത്. ഇവിടെ ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണമാണ്. എന്തിനുള്ള ക്ഷണം? ഒരു അത്താഴത്തിന്, ഫോർ എ ഡിന്നർ, റാദർ ഫോർ എ ബാൻക്വറ്റ്, ഒരു വിരുന്നിന്. അത്താഴം രാത്രി ഭക്ഷണം എന്ന നിലയിൽ കരുതരുത്. ഒരു വിരുന്ന്, ഒരു സദ്യ. അത് ഒരു നേരം കൊണ്ടൊന്നും തീരുന്ന സദ്യയല്ല. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു സദ്യ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സദ്യ. അപ്പൊ ഇവിടുത്തെ അർത്ഥം, യേശുക്രിസ്തു നാം 19-11 തൊട്ട് 16 വരെ കണ്ടതുപോലെ സ്വർഗീയ സൈന്യവുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. കർത്താവ് വരുമ്പോൾ
യേശുക്രിസ്തുവിനെ തടയാൻ ദൈവത്തിന്റെ പദ്ധതികളെ തകിടം മറിക്കാൻ സാത്താൻ എതിർ ക്രിസ്തുവിനെയും കൂട്ടരെയും സജ്ജരാക്കുന്നു. അങ്ങനെ ക്രിസ്തുവും എതിർ ക്രിസ്തുവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം ക്രിസ്തുവിനെ എതിർക്കുവാൻ, ക്രിസ്തുവിനോട് പോരടിക്കുവാൻ സാക്ഷാൽ സാത്താന് പോലും കഴിയില്ല എന്നിരിക്കെ എതിർ ക്രിസ്തു യേശുവിനെതിരെ പടപൊരുതുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ആ ലക്ഷ്യത്തിന് വേണ്ടി എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ധാരാളം പേരെ കൂട്ടുന്നുണ്ട്. അതാണ് നാം 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. പത്തൊൻപതാമത്തെ വാക്യം കൂടെ വായിച്ചു. വേഴ്സ് 19. And I saw the beast and the kings of the earth with their armies gathered to make war against him who was sitting on the horse and against his army. കുതിരപ്പുറത്തിരിക്കുന്നവൻ 6-ാം അധ്യായത്തിലേതല്ല, 19-11 പറയുന്ന കുതിരപ്പുറത്തിരിക്കുന്നവൻ, അത് നമ്മുടെ കർത്താവായ യേശുവാണ്. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും, സ്വർഗീയ വിശുദ്ധന്മാർ, സ്വർഗീയ സൈന്യം. ആ സ്വർഗീയ സൈന്യത്തെ നമ്മൾ കണ്ടു. സ്വർഗത്തിലെ സകല ദൂതന്മാരുമുണ്ട്. കൂടാതെ എല്ലാ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരുമുണ്ട്. ആ സ്വർഗീയ ദൂതന്മാരും ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരും ഉൾപ്പെടുന്നവരാണ് ഇവിടെ പറയുന്ന കുതിരപ്പുറത്തിരിക്കുന്നവന്റെ സൈന്യം. അവരോട് യുദ്ധം ചെയ്യുവാൻ, ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ വിശുദ്ധന്മാരോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും, മൃഗമാരാണ് നമുക്കറിയാമല്ലോ, ആന്റിക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിനെയാണ് ഇവിടെ മൃഗമെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് 13-ാം അധ്യായം മുതൽ, അല്ല 11-ാം അധ്യായം മുതൽ എതിർ ക്രിസ്തുവിനെ മൃഗം 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 എന്ന് വെളിപ്പാട് പുസ്തകം വിളിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദമായ പഠനവും നമ്മൾ നടത്തിയിട്ടുണ്ടല്ലോ. 11-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ്, 11:7, അവിടെയാണ് എതിർ ക്രിസ്തുവിനെ മൃഗം എന്ന നിലയിൽ നമ്മൾ ആദ്യമായി വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ മൃഗം അഥവാ എതിർ ക്രിസ്തുവും അവന്റെ സൈന്യവും, അവരുടെ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. ഇത്രയേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ സൈന്യത്തോടും എതിരിടുവാൻ, യുദ്ധം ചെയ്യുവാൻ എതിർ ക്രിസ്തുവും അവന്റെ നേതൃത്വത്തിലുള്ള ഭൂരാജാക്കന്മാരും ഒരു വലിയ സൈന്യവും വന്നുകൂടി. അർമഗദ്ദോൻ യുദ്ധമാണ്. ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ദൈവം ഒരു ദൂതനെ അയച്ച് ആകാശത്തിൽ പറക്കുന്ന സകല പക്ഷികൾക്കും ഒരു ക്ഷണം കൊടുക്കുന്നതാണ് നമ്മൾ 17-ഉം 18-ഉം വാക്യങ്ങളിൽ കാണുന്നത്. ഈ അർമഗദ്ദോൻ യുദ്ധത്തിൽ പങ്കുചേരുന്ന സകല സൈന്യവും മരിക്കുന്ന, കൊല്ലപ്പെടുന്ന, അവരുടെ മാംസം തിന്നും
രക്തം കുടിച്ചും ആകാശത്തിലെ പറവകൾ, പക്ഷികൾ തൃപ്തരാകുന്ന ഒരു ചിത്രം. സ്തോത്രം. That means even before beginning the battle, in verses 17 and 18, God, Christ predicts the utter demolition, utter defeat of Antichrist armies. എതിർ ക്രിസ്തുവിന്റെ പടക്കൂട്ടത്തെ നിർമാർജനം ചെയ്യുന്ന ഒരു മുന്നറിയിപ്പാണ് ഇവിടെ 19, 17, 18 വാക്യങ്ങളിൽ നാം കാണുന്നത്. 19, 20 വാക്യങ്ങളിൽ അല്ലെങ്കിൽ 19, 20, 21 വാക്യങ്ങളിലാണ് നാം അർമഗദ്ദോൻ യുദ്ധം നടക്കുന്നതായി കാണുന്നത്. അവിടെ ക്രിസ്തുവിനോടും ക്രിസ്തുവിന്റെ സൈന്യത്തോടും എതിരിടുവാൻ, യുദ്ധം ചെയ്യുവാൻ എതിർ ക്രിസ്തു ഭൂരാജാക്കന്മാരെ, എന്ന് വെച്ചാൽ അവന്റെ കൂടെ നിൽക്കുന്ന ധാരാളം ഭരണാധിപന്മാർ, എ മൾട്ടി നാഷണൽ കോൺഫെഡറേഷൻ under the political leadership of Antichrist, എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ബഹുരാഷ്ട്ര സഖ്യം, ഓക്കെ, മൾട്ടി നേഷൻ യാ മൾട്ടി നാഷണൽ കോൺഫെഡറേഷൻ, ബഹുരാഷ്ട്ര സഖ്യം, അതിന്റെ നേതാക്കന്മാർ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഇവിടെ ക്രിസ്തുവിനെതിരെയും ഇസ്രായേലിനെതിരെയും ദൈവത്തിന്റെ വിശുദ്ധന്മാർക്കെതിരെയും അണിനിരക്കുകയാണ്. Antichrist and armies oppose or war against Christ, his hosts, his armies, and the nation Israel. എതിർ ക്രിസ്തുവിന്റെ ശത്രുക്കൾ ഇവിടെ 3 കൂട്ടരാണ്. ഒന്നായിട്ട് വേണമെങ്കിൽ പറയാം ക്രിസ്തുവും വിശുദ്ധന്മാരും. അതിനെ വേർപിരിച്ചു പറഞ്ഞാൽ 1 ക്രിസ്തു, 2 സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിനോട് കൂടെ ഇറങ്ങി വരുന്ന സൈന്യം, സ്വർഗീയ സൈന്യം, 3 ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുന്ന ഇസ്രായേൽ. ഈ 3 കൂട്ടരെ നിഗ്രഹിക്കാൻ, യുദ്ധം ചെയ്യാനാണ് എതിർ ക്രിസ്തുവും കൂട്ടരും ഇവിടെ വരുന്നത്. അതാണ് നാം 19-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 20-ാമത്തെ വാക്യത്തിൽ, verse 20 please, 20-ാം വാക്യം. And the beast was captured, and with it the false prophet, who in its presence had done the signs by which he deceived those who had received the mark of the beast and those who worshipped its image. These 2 were thrown alive into the lake of fire that burns with sulfur. ഈ വാക്യത്തിലാണ് നമ്മൾ ഇനാഗുറേഷൻ ഓഫ് ഹെൽ, നരകത്തിന്റെ ഉദ്ഘാടനം എന്ന് പഠിച്ചിട്ടുള്ളത്. യുദ്ധം ആരംഭിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ, ഇസ്രായേലിനെ തുടച്ചു നീക്കാൻ എതിർ ക്രിസ്തുവും കൂട്ടരും കൂടെ ഇവിടെ യുദ്ധത്തിനായി വന്നിരിക്കുന്നു. പക്ഷേ യുദ്ധം തുടങ്ങുന്നതിനും മുമ്പ് തന്നെ യുദ്ധത്തിന്റെ മുഖ്യ നേതാവിനെയും ഉപനേതാവിനെയും
ജീവനോടെ പിടിച്ച് നരകത്തിലേക്ക് തള്ളുകയാണ്. ക്യാപ്റ്റൻ ആൻഡ് വൈസ് ക്യാപ്റ്റൻ ഓഫ് ദ എനിമി ആർമി, എതിർ സേനയിലെ മുഖ്യനെയും ഉപമുഖ്യനെയും യേശു കർത്താവ് യുദ്ധം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ, എന്ന് വെച്ചാൽ തുടങ്ങുന്ന മാത്രയിൽ എന്ന് പറയാം, that swift was the action of Christ. കർത്താവിന്റെ അത്ര ശരവേഗത്തിലുള്ള വെടിയുണ്ട പോലെയുള്ള ഒരു പ്രവൃത്തി. അവർ അണിനിരക്കുമ്പോഴേക്കും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും പോയി. ചിലരൊക്കെ ഈ ചെസ് കളിക്കുന്നതിനെ കുറിച്ചതൊക്കെ നമുക്കറിയാമല്ലോ. ചില നല്ല കളിക്കാര് ഈ കൊച്ചു കൊച്ചു കരുക്കളെയൊക്കെ ചിലപ്പം വിട്ടുകൊടുക്കും. ഈ കാലാളിനെയൊക്കെ വെട്ടിയെടുക്കുമ്പോൾ മറ്റേ പുള്ളി ഒത്തിരി സന്തോഷിക്കും. കിട്ടിയ കരുക്കളുടെ എണ്ണം നോക്കിക്കൊണ്ട് അവർ സന്തോഷിക്കും. ചിലപ്പം നല്ല കളി അറിയാവുന്നവന്റെ കയ്യിൽ ചിലപ്പോൾ രാജാവ് മാത്രമേ കാണൂ. മറ്റവന്റെ എല്ലാ കരുക്കളും അവന്റെ കയ്യിൽ ഉണ്ടായാലും ഈ ഒരൊറ്റ ഒരാളിനെ കൊണ്ട് എതിർ കക്ഷിയെ തോൽപ്പിക്കുവാൻ ഇവന് കഴിയും. ഇവിടെ ഈ ക്യാപ്റ്റൻ രാജാവിനെ വെട്ടിയാൽ അല്ലെ ചെസ്സിൽ ചെക്ക് കൊടുത്താൽ പിന്നെ കളിയില്ലല്ലോ, തീർന്നല്ലോ എന്നതുപോലെ ഇവിടെ സൈന്യമെല്ലാം ഉണ്ട്. അവരുടെ മുമ്പിൽ വലിയ ആള് കളിച്ച് നിൽക്കുന്ന കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തുടക്കത്തിൽ തന്നെ പിടിച്ച് നരകത്തിലേക്ക് തള്ളുകയാണ്. അതിനവിടെ റെസ്ലിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല, മൽപ്പിടുത്തത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഗുസ്തി ഇടേണ്ട ആവശ്യമില്ല. അത്രയ്ക്കാണ് നമ്മുടെ കർത്താവിന്റെ ശക്തി. ഇവർക്ക് നമ്മുടെ കർത്താവിന്റെ ശക്തിയോടും അധികാരത്തോടും എതിർക്കാൻ പോലും കഴിയാത്തതുപോലെ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കർത്താവ് നരകത്തിലേക്ക് തള്ളുകയാണ്. അതാണ് 20-ാമത്തെ വാക്യം. അതിൽ മറ്റ് പ്രയോഗങ്ങളിലൊന്നും വ്യാഖ്യാനത്തിന് ആവശ്യമില്ലല്ലോ. മൃഗം അവന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിച്ചത്, അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിച്ചത്, ആ കള്ളപ്രവാചകൻ, ഇവരെയൊക്കെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ 13-ാമത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. 13-ന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിലെ കാര്യങ്ങളാണ് ഈ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ആവർത്തിക്കണ്ടല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അല്ല, ഇവരെ രണ്ടുപേരെ പിടിക്കുമ്പോ തന്നെ ഇവരുടെ പൈശാചിക ശക്തി ഇവരുടെ ദേഹത്തു മാറത്തില്ലേ? അന്നേരം ഇവര് ഒരു സാധാരണ മനുഷ്യരാകത്തില്ലേ അവര്? സാത്താന്റെ കുടിയിരിപ്പ് അവരിൽ ഉണ്ടാവില്ല. കാരണം ഇവര് മൂന്ന് വ്യത്യസ്തരായ വ്യക്തികളാണ്. സാത്താൻ അവൻ അദൃശ്യനാണ്, ആത്മരൂപിയാണ്. 2 എതിർ ക്രിസ്തു, പിശാച് അവനെ നിയന്ത്രിച്ചു. കള്ളപ്രവാചകൻ, അവനെയും പിശാച് നിയന്ത്രിച്ചു. ഇവരിലെല്ലാം, അതായത് കള്ള ക്രിസ്തുവിലും കള്ളപ്രവാചകനിലും വ്യാപരിച്ചത് സാത്താനായിരുന്നു. എന്നാൽ സാത്താൻ ഇവരിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അവന്റെ ആളത്വം വേറെയാണ്.
അതുകൊണ്ട് ഇവരെ പിടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ സാത്താൻ പിടിക്കപ്പെടുന്നില്ല. അവൻ വേറെ ആളായതുകൊണ്ടും ആത്മരൂപിയായതുകൊണ്ടും അവൻ ഇവരിൽ നിന്നും മാറി നിൽക്കുക. എന്നാൽ ഈ പിടിക്കപ്പെടുന്ന നരകത്തിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ വരെയും അവരെ നിയന്ത്രിക്കുന്നത്, അവരുടെ ചിന്തകളെ, ഭാവനകളെ, ആഗ്രഹങ്ങളെ ഒക്കെ തന്നെ നിയന്ത്രിക്കുന്നത് സാത്താൻ തന്നെയായിരുന്നു. എന്നാൽ ഈ കർത്താവ് ഇവരെ പിടിച്ച് നരകത്തിലേക്ക് തള്ളുന്നതോടുകൂടെ സാത്താന് ഇവരുടെ മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുന്നു. പിന്നീട് ദൈവക്രോധവും ദൈവനീതിയും ഒക്കെയാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഇവരെ നിയന്ത്രിക്കാൻ സാത്താന് സാധ്യമല്ല. ഇവർ ശരീരത്തിൽ ജീവനോടിരുന്ന സമയത്തേക്ക് മാത്രമേ സാത്താന് ഇവരെ നിയന്ത്രിക്കാൻ പറ്റൂ. ഇവരെന്ന് മാത്രമല്ല, ഇന്നും മനുഷ്യരെ സാത്താൻ നിയന്ത്രിക്കുന്നെങ്കിൽ സുബോധത്തോടെ അല്ലെങ്കിൽ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം മാത്രം. പിന്നെ സാത്താൻ ഇവരുടെ മേൽ സ്വാധീനമില്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. കർത്താവ് അവരെ ജീവനോടെ പിടിച്ച് നരകത്തിലേക്ക്, തീപ്പുകയിലേക്ക് തള്ളുന്നു. പിശാചിന് അവരുടെ മേലുള്ള മുഴുവൻ നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. ഇതല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത്? ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും ചോദ്യം? ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ മൃഗമെന്ന് പറയുന്നതും കള്ളപ്രവാചകൻ എന്ന് പറയുന്നതും രണ്ടും മനുഷ്യരാണ്. അത് നമ്മൾ 13-ാം അധ്യായത്തിൽ വെച്ച് പഠിച്ചു. എന്നാൽ ഇവനെ മൃഗമെന്ന് ദൈവം വിളിക്കുവാൻ, അല്ലെ ബൈബിൾ പരിചയപ്പെടുത്തുവാൻ കാരണം, ഒന്ന് അതിൻ്റെ രാഷ്ട്രീയ സ്വഭാവമാണ്. മറ്റൊന്ന് അവന്റെ ആ മൃഗീയ സ്വഭാവം തന്നെ. രാഷ്ട്രീയ സ്വഭാവം എന്ന് പറഞ്ഞത് ദാനിയേലുമായി ബന്ധപ്പെട്ട, ദാനിയേൽ 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ലോകരാഷ്ട്രങ്ങളെ മൃഗങ്ങളുടെ രൂപത്തിലാണ് കണ്ടത്. അങ്ങനെ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഓരോ രാഷ്ട്രത്തിനും നാഷണൽ അനിമൽ, രാഷ്ട്രീയം അല്ലെങ്കിൽ ദേശീയ മൃഗമുണ്ട്. ഇപ്പം ബാബിലോൺ സിംഹം, ഗ്രീസ് ചീത്ത അല്ലെങ്കിൽ പുള്ളിപ്പുലി, മേദ്യപേർഷ്യ ആട്ടുകൊറ്റൻ, ഗ്രീസിനെ പിന്നെയും കാണിക്കുന്നു കോലാട്ടുകൊറ്റൻ. അപ്പൊ ഇങ്ങനെ ദാനിയേൽ 7-ഉം 8-ഉം അധ്യായങ്ങളിൽ 4 ലോക സാമ്രാജ്യങ്ങളെ മൃഗങ്ങളായിട്ടാണ് കണ്ടത്. ഓരോ രാഷ്ട്രത്തിന്റെയും എംബ്ലങ്ങൾ, ചിഹ്നങ്ങൾ, ഓരോ രാഷ്ട്രത്തിന്റെയും എന്താണ് പറയുന്നത്, ദേശീയ മൃഗങ്ങളായി നിലനിൽക്കുന്ന, റോം ഒഴികെ ബാക്കി എല്ലാറ്റിന്റെയും അതാത് ദേശീയ മൃഗങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടാണ് ദാനിയേൽ ദർശനം കാണുന്നത്. ആ ചിത്രമാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് 13-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ കണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ മൃഗത്തിന്റെ ശരീരം കണ്ടാൽ പുള്ളിപ്പുലിയെ പോലെ, ലെപ്പോർഡിനെ പോലെ, കാല് അല്ലെങ്കിൽ നടത്തം കണ്ടാൽ ബയർ, കരടിയെ പോലെ,
അതിൻ്റെ തല സിംഹത്തെ പോലെ, കൊമ്പുകൾ റോമിനെ കുറിച്ച് കണ്ട ഇരുമ്പിന്റെ കൊമ്പുകൾ. അപ്പൊ ഈ 4 സാമ്രാജ്യങ്ങളുടെ സംയുക്തമായ ഒരു രൂപമാണ് ഈ മൃഗം അഥവാ എതിർ ക്രിസ്തു. ആ ചിത്രമാണ് ഇവിടെ മൃഗം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ കള്ളപ്രവാചകനെയും വെളിപ്പാട് 13:11 മുതൽ ഒരു മൃഗത്തെ പോലെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മൃഗവും കള്ളപ്രവാചകനും എന്ന് പറയുന്നത് 2 മനുഷ്യരാണ്. 4 കാലും വാലും ഉള്ള, കൊമ്പും ചെവിയും ഒക്കെ ഉള്ള ഒരു മൃഗം അല്ല, മനുഷ്യരാ. അവരാണ് സാത്താന്യ പ്രേരണയാൽ ഈ ജനത്തെ മുഴുവനും വശീകരിച്ചു കൊണ്ടുവരുന്നത്. കണ്ടോ, സാത്താൻ ഈ ജനങ്ങളെ മുഴുവനും, എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും മാത്രമല്ല, ഈ സമൂഹത്തെ മുഴുവനും തന്നെ സ്വാധീനിച്ച് യേശുക്രിസ്തുവിനെതിരായിട്ട് ഇളക്കിക്കൊണ്ടുവരുന്നു. പക്ഷേ ഈ ജനം നിസ്സഹായ അവസ്ഥയിലാകുന്നു. അവരെ സഹായിക്കാൻ സാത്താന് കഴിയാതെ വരുന്നു. നിത്യനാശത്തിലേക്ക് അവരെ തള്ളിയിട്ടിട്ട് അവൻ അവിടെ നിന്നും മാറുകയാണ്. സാത്താന്റെ സ്വാധീനത്തിൽ കഴിയുന്നവർ മനസ്സിലാക്കുക, ഈ നാശത്തിന്റെ വക്കിലേക്ക് വരെ കൊണ്ടുവരാൻ മാത്രമേ അവന് കഴിയൂ. ഈ അനുസരണക്കേടിൽ, മത്സരബുദ്ധിയിൽ, പാപത്തിൽ, അശുദ്ധിയിലേക്ക് കൊണ്ടുവരാനേ പറ്റൂ. അവന് അതിനുശേഷം ഈ മനുഷ്യരെ സഹായിക്കാനോ അവരുടെ കൂടെ ഇരിക്കാനോ ഒന്നും സാധ്യമല്ല. എന്നാൽ നമ്മുടെ കർത്താവോ ഈ ജീവിതത്തിൽ മാത്രമല്ല, നാം ഈ ശരീരം വിട്ട ശേഷവും നിത്യതയിലും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. സാത്താന് അവനെ അനുസരിക്കുന്നവർക്ക് പോലും മരണശേഷം കൂടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത നിസ്സഹായ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തരവും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണെന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ ഈ പ്രതിമയെ നമസ്കരിപ്പിക്കുന്നതും കാര്യങ്ങളുമെല്ലാം 13-ാം അധ്യായം 11 മുതൽക്കുള്ള വാക്യങ്ങളിലുണ്ട്. മറ്റ് സംശയങ്ങൾ ആർക്കും ഇല്ലാത്തത് കൊണ്ട് ആ ഭാഗം വിടുന്നു. നരകത്തിന്റെ ഉദ്ഘാടനം, the inaugural pray to the hell. നരകത്തിലെ ഉദ്ഘാടക ഇരകൾ എന്നാണ് ഞാൻ ഇവരെ വിളിക്കുന്നത്. ഈ 2 പേരെ ഇരകളായി നരകത്തിലേക്ക് ഇട്ടുകൊണ്ടാണ് നരകത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത്. നരകം പണ്ടേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നരകവും സൃഷ്ടിയാണ്, സ്വർഗവും സൃഷ്ടിയാണ്. സൃഷ്ടിയല്ലാത്തത് സ്രഷ്ടാവ് മാത്രം. അതുകൊണ്ട് നിത്യൻ, ഇറ്റേണൽ എന്ന പേരിന് ദൈവം മാത്രമാണ് അർഹൻ. നിത്യത ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടത്. നിത്യതയുടെ അർത്ഥം, നിർവചനം നമുക്ക് ഓർമ്മ കാണും. which has no beginning, which has no end. തുടക്കവും ഒടുക്കവുമില്ലാത്തത്, ആരംഭവും അവസാനവുമില്ലാത്തത്. അതാണല്ലോ
നിത്യം അഥവാ സനാതനം. അങ്ങനെ സനാതനനായവൻ ദൈവം മാത്രം. മറ്റെല്ലാറ്റിനും തുടക്കമുണ്ട്. ചിലത് അനന്തമാണ്. ഉദാഹരണം, സ്വർഗമോ നരകമോ. സ്വർഗത്തിലെയും നരകത്തിലെയും ജീവനോ ജീവിതമോ അനന്തമാണ്, അവസാനമില്ല. പക്ഷേ അവയ്ക്കെല്ലാം തന്നെ ആരംഭമുണ്ട്. അതുകൊണ്ട് അവയൊന്നും നിത്യമല്ല, സനാതനമല്ല. അതുപോലെ ഈ നരകവും പണ്ടേ ഒരുക്കപ്പെട്ടു കഴിഞ്ഞു, സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു. ദൈവം അത് ഒരുക്കി കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ആരെയും അവിടേക്ക് ഇട്ടിട്ടില്ല എന്ന് മാത്രം. അതിന് കാരണം നമുക്ക് ഓർമ്മ കാണുമല്ലോ. എളുപ്പമൊന്ന് പറയാമോ? നരകത്തിലേക്ക് ഇതുവരെയും ആരെയും ഇട്ടിട്ടില്ല എന്ന് പറയാൻ കാരണം കേട്ടില്ല. തെറ്റിയാലും സാരമില്ല. ന്യായവിധി നടന്നിട്ടില്ല ഇതുവരെ. യാ, ജഡ്ജ്മെന്റ് ഈസ് യെറ്റ് ടു ഹാപ്പൻ. ആരുടെയും നിത്യ ശിക്ഷാവിധി അഥവാ ന്യായവിധി നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. പണ്ട് പാപം ചെയ്ത ദൂതന്മാരെ പോലും ന്യായവിധിക്കായി അടച്ചു സൂക്ഷിച്ചിരിക്കുന്നതേ ഉള്ളൂ. 2 പത്രോസിലും യൂദായുടെ ലേഖനത്തിലും നാം അത് വായിക്കുന്നുണ്ടല്ലോ. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. 2 Peter 2:4. For if God did not spare angels when they sinned, but cast them into hell and committed them to chains of gloomy darkness to be kept until the judgment. If he did not spare the kept until the judgment. അവിടെ ഹെൽ എന്ന് നമ്മുടെ ബൈബിളുകളിൽ എഴുതിയിരിക്കുന്നത് യാതനാസ്ഥലം എന്ന മൂലപദത്തെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ടാർട്ടറസ്. ഇരുളിന്റെ കീഴിൽ അവരെ പാർപ്പിച്ചിരിക്കുന്നു. അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിൽ അഥവാ യാതനാസ്ഥലത്താക്കി എന്നാണ് അവിടുത്തെ അർത്ഥം. യൂദ 6-ാമത്തെ വാക്യം, Jude verse 6 also. വേഗത്തിൽ. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. യൂദായും പത്രോസും പറയുന്നു, മനുഷ്യ സൃഷ്ടിക്കും മുമ്പേ പാപം ചെയ്ത ദൂതന്മാര് തുടങ്ങി സകലരെയും അന്തിമ ന്യായവിധിക്കായി ചങ്ങലയിട്ട് അന്ധതമസിൽ താമസിപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇവരുടെ ആരുടെയും ദൂതന്മാരുൾപ്പെടെ ഇനി എല്ലാ പ്രീ ആഡമിക് ക്രിയേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ആദാമിന് മുമ്പ് ഭൂമിയിൽ പാർപ്പിക്കപ്പെട്ടിരുന്ന വല്ല സൃഷ്ടികളും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഉൾപ്പെടെ ന്യായവിധി ഇതുവരെ നടന്നിട്ടില്ല.
ശരീരത്തിന്റെ ന്യായവിധിയെ നടന്നിട്ടുള്ളൂ. ഉദാഹരണത്തിന് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൽ മുങ്ങി മരിച്ച മനുഷ്യർ അവരുടെ ശരീരത്തിന്റെ ന്യായവിധിയെ നടന്നുള്ളൂ. ആത്മാക്കൾ തടവിൽ പാർക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇതുവരെ ആരുടെയും ന്യായവിധി, അന്തിമ വിധി നടന്നിട്ടില്ലാത്തത് കൊണ്ട് ആരെയും നരകത്തിലേക്ക് വിട്ടിട്ടില്ല. കാരണം നരകം നിത്യമാണ്. അവിടേക്ക് വിടുന്നവരെ അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നവർക്ക് പരോളില്ല, ജാമ്യവുമില്ല. നോ പരോൾ, നോ ബെയിൽ. ഈവൻ ഫോർ ട്രയൽ, വിസ്താരത്തിന് പോലും അവിടെ നിന്നും പുറത്തെത്തിക്കത്തില്ല. നമ്മുടെ ഇവിടുത്തെയൊക്കെ ജയിലുകളിൽ സെല്ലുകൾക്ക് വ്യത്യാസമുണ്ട്. എന്നാലും പൊതുവെ ജയിലിലേക്ക് ഇട്ടാലും വിസ്താരത്തിനും പരിശോധനയ്ക്കുമൊക്കെയായിട്ട് ഇവരെ പുറത്തു കൊണ്ടുപോകും. ചുരുക്കം ചില കുറ്റവാളികൾക്കേ ഉള്ളൂ ഒരിക്കലും മരിക്കുന്നത് വരെ തടവിൽ പാർക്കണമെന്ന വിധിയുള്ളത്. എന്നാൽ ഇവിടെ നരകത്തിലേക്ക് വേറെ ആരെയും ന്യായം വിധിച്ച് തള്ളിയിട്ടില്ലാത്തത് കൊണ്ട് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയുമാണ് ആദ്യമായി കർത്താവ് ന്യായം വിധിച്ച്, ശിക്ഷ വിധിച്ച് നരകത്തിലേക്ക് തള്ളുന്നത്. ആ തള്ളുമ്പോൾ തന്നെ അവരുടെ ശരീരം രൂപാന്തരപ്പെടും എന്ന് നമുക്ക് കരുതാം. രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ തേജസ്കരിക്കപ്പെടുക എന്നല്ല, അദ്രവത്വമുള്ളതായി തീരുക എന്നർത്ഥം. കാരണം നരകത്തീയിൽ അന്നിഹിലേറ്റ് ആയി തീരാതെ, ഇല്ലാതെയായി തീരാതെ, നിത്യത മുഴുവനും മരിച്ചുകൊണ്ടിരിക്കേണ്ടതിന്, നിത്യത മുഴുവനും ദണ്ഡിപ്പിക്കപ്പെടേണ്ടതിന് കഴിയുന്ന വിധത്തിൽ അവരുടെ ശരീരത്തിന് ആ നിമിഷം കൊണ്ട് മാറ്റം സംഭവിക്കുന്നു. അല്ലാതെ സാധാരണ ശരീരത്തോടെ പിടിച്ച് നരകത്തിലേക്ക് ഇട്ടാൽ അങ്ങ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഭസ്മമായി തീരും, ഉരുകിത്തീരും. പിന്നെ അവരില്ല. എങ്കിൽ പിന്നെ സുഖമല്ലായിരുന്നോ? അങ്ങോട്ട് വീഴുന്ന ആ നിമിഷങ്ങൾ മാത്രമുള്ള വേദനയോ പ്രയാസമോ ഉള്ളൂ. എന്നാൽ ഇതങ്ങനെയല്ല. അങ്ങനെയാണ് നരകത്തിന്റെ ഉദ്ഘാടനം. ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ശേഷിച്ചവരെ എന്ന് വെച്ചാൽ എതിർ ക്രിസ്തുവിന്റെ സൈന്യത്തെ, കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്നു സകല പക്ഷികൾക്കും തൃപ്തി വന്നു. 17ഉം 18ഉം വാക്യങ്ങളിൽ കൊടുത്ത ക്ഷണം, സദ്യക്കുള്ള ക്ഷണം 21ാം വാക്യത്തിൽ പൂർത്തിയാകുന്നു. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കർത്താവ് ജീവനോടെ പിടിച്ച് നരകത്തിലിട്ടു. പിന്നെ ആർക്കും യുദ്ധം ചെയ്യാനുള്ള ത്രാണിയില്ല. നിമിഷ നേരം കൊണ്ട് കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ അഥവാ വചനം കൊണ്ട് ആ സൈന്യം മുഴുവനും മരിച്ചു വീഴുന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വരും. ഇതാണ് അർമഗദ്ദോൻ യുദ്ധം. കൂടുതൽ വിശദീകരണം നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ട് ഇത്രയും കൊണ്ട് അത് നിർത്തുന്നു. ഇനി നമുക്ക് വേണ്ടത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ, ആ ഒരു ചോദ്യം വന്നതുകൊണ്ട് യെഹെസ്കേൽ പ്രവചനം 38ഉം 39ഉം അധ്യായങ്ങളിൽ കാണുന്ന ഒരു റഷ്യൻ അധിനിവേശമുണ്ട്. അതേക്കുറിച്ച് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാമെന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ?
19 അധ്യായം അവസാന വാക്യം വരെ. സാത്താന് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ മരണം വരെയും അവനെ സ്വാധീനിക്കാം. പക്ഷെ ദൈവത്തിന്റെ മരണശേഷവും അവന്റെ മേൽ സ്വാധീനമുണ്ട്. ശരിയല്ലേ തീർച്ചയായിട്ടും. പറഞ്ഞേ? തീർച്ചയായിട്ടും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. Praise. പാസ്റ്റർ അന്നേരം സാത്താനെ ശിക്ഷിക്കുന്നെന്നോ? 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷം, ഗോഗമാഗോഗ് യുദ്ധത്തിന് ശേഷം. അന്നേരം അവൻ തന്നെ ഉള്ളൂ, കള്ളപ്രവാചകനും ഇല്ല, അന്തിക്രിസ്തുവും ഇല്ല. ഇല്ല. ഓക്കെ. നരകത്തിൽ പോണ മനുഷ്യരും നിത്യാനിത്യം അവിടെ തന്നെ കിടക്കേണ്ടി വരുമോ? സ്വർഗം പോലെ തന്നെ. അതെ, തീർച്ചയായിട്ടും. നരകവും നിത്യമാണ്, അതിനും അവസാനമില്ല. അല്ല, അന്നേരം മരിക്കുന്ന ആ അവരുടെ ആത്മാക്കളെ ആ വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞിട്ട് മാത്രമേ അവരെ നിത്യനരകത്തിൽ തള്ളിയിടത്തുള്ളൂ? അതേ ഉള്ളൂ. ഓക്കെ. അപ്പോഴാണ് മരിച്ചവരുടെ ഉയർപ്പ്. അതുവരെ ഈ മരിച്ചവരുടെ ആത്മാക്കൾ യാതനാ സ്ഥലത്ത് തന്നെ തുടരും. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ നമുക്ക് വേണ്ടിയുള്ള പ്രത്യക്ഷതയ്ക്കായി നാം കാത്തിരുന്നുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ച് നമ്മുടെ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തി വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി ജീവിപ്പാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.